ഈ ഓറഞ്ച് ജാം എങ്ങനെ ഉണ്ടാക്കാം പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും കൂടിയാണ്. ഒരു VIP ഓറഞ്ച് ജാമാണ്. ഓറഞ്ച് ജാം BJP കിട്ട ഒരു കൊട്ടു കൊടുക്കാനും പാചകത്തിനിടെ അമ്മയും മകനും പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്നുണ്ടാക്കിയത്. അശ്വത്ത് തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. അശ്വത്താണ് ഇനി കൂടുതൽ ഓറഞ്ച് ജാമിന്റെ വിശേഷങ്ങൾ പറയാൻ പോകുന്നത്. അശ്വത്തെ, നമുക്കൊന്ന് പറഞ്ഞു തരാമോ ഈ ഓറഞ്ച് ജാമിന്റെ കൂടുതൽ കാര്യങ്ങൾ? അതെ, ഓറഞ്ച് ജാം ഉണ്ടാക്കുന്നതും അതിന്റെ രസകരമായ അതിലെ രാഷ്ട്രീയവും. ഗുഡ് മോർണിംഗ് മോത്തി, അഞ്ജിത, രണ്ടുപേർക്കും. ഈ ജാം സത്യത്തിൽ ഒരു ട്രെൻഡിങ് ജാം, അല്ലെങ്കിൽ അഞ്ജിത തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു VVIP ജാമായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണ എനിക്ക് സംശയം ഈ വീട്ടുമുറ്റത്തുനിന്ന് ഓറഞ്ചൊക്കെ പറിച്ച് അടുക്കളയിൽ പോയി ജാം ഉണ്ടാക്കാൻ കഴിയും. എനിക്കും ആദ്യം ആ വീഡിയോ കണ്ടപ്പോൾ ഒരു കൗതുകമായിരുന്നു. കാരണം നമ്മൾ ജാം വീട്ടിലെ കാഴ്ചകളാണോ? അതെ അതെ അതെ, അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലെ വീട്ടിലെ കാഴ്ചകളാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ചെറിയ ഓറഞ്ചാണ്, നമ്മൾ വലിയ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന പോലത്തെ ഓറഞ്ചല്ല, ചെറിയ ഓറഞ്ചാണ്. അത് പറിച്ച് പോയി അടുക്കളയിൽ പോയി അമ്മയും മകനും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഓറഞ്ച് ജാം. അത് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയം പോലെ തന്നെ പാചകവും ഒരു കലയാണല്ലോ. ഏതായാലും രാഹുൽ ഗാന്ധി രണ്ടിലും മിടുക്കനാണ്, അല്ലെങ്കിൽ രണ്ടിലും വലിയ തരക്കേടില്ല എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ. ജാം ഏതായാലും വളരെ ഭംഗിയായി തന്നെ പാചകം ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുക്കുന്നുണ്ട് ആ കുക്ക് ചെയ്യുന്നതിന് മുമ്പ്. അത് ഞാൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്നോട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് സഹോദരി പ്രിയങ്കയാണ്. എൻ്റെ റെസിപ്പിയല്ല, പ്രിയങ്കയുടെ റെസിപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ആ ജാം കുളമായാലും ഇനി പ്രിയങ്കയ്ക്ക് കിടക്കട്ടെ എന്നുള്ള മട്ടിലായിരിക്കാം ഒരുപക്ഷെ. ഏതായാലും ജാം ഉണ്ടാക്കി അത് പല ബോട്ടിലുകളായി നിറച്ച് മറ്റു പലർക്കായി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2024 തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ ഈ പുതുവർഷം തന്നെ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ ഈ കൗതുകവും അല്ലെങ്കിൽ അതിലൊരു രസകരമായ എലമെൻറ്റ് മാത്രമല്ല, ചെറിയൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വർഷമാണ്. വളരെ നിർണായകമായ പല തെരഞ്ഞെടുപ്പുകളും അല്ലെങ്കിൽ നിർണായകമായ കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ മധുരമുള്ള ജാമായി അല്ലെങ്കിൽ ജാം പോലെ തന്നെ മധുരമുള്ള ഒരു വർഷമായി ഈ വർഷം കോൺഗ്രസിനും രാഹുലിനും സോണിയയ്ക്കും ഒക്കെ മാറും അല്ലെങ്കിൽ മാറാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പങ്കുവെക്കാൻ കഴിയുമെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ അശ്വത്, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ പറയാൻ മറന്നു ഞാൻ അശ്വത്തിനടുത്ത്. ഹാപ്പി ന്യൂ ഇയർ.